എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ്റെ ഓണാശംസകൾ. ഓണം ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഓണം സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഡിഷുകളാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അവിയലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓണസദ്യക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് അവിയൽ. അപ്പോൾ നമുക്ക് അവിയൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത എല്ലാ ഓണ ഡിഷസിൻ്റെയും ലിങ്കുകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്സ്, ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അവിയലിൻ്റെ കഷ്ണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അതിൽ കൂടുതൽ നല്ലത്. ചില ആൾക്കാർക്ക് ചില പച്ചക്കറികൾ ഇഷ്ടമല്ല, ചിലർക്ക് കായിടുന്ന ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കറികൾ ഏതാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു അര ക്യാരറ്റ് മാത്രമാണ്. ഒരുപാട് ക്യാരറ്റ് ഇട്ടാൽ മധുരിക്കും. പിന്നീട് 2 വഴുതനങ്ങ, ഒരു ചെറിയ പീസ് വെള്ളരിക്ക, 2 കായ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് പൊന്തൻകായും 1 ഏത്തക്കായുമാണ്. പിന്നീട് ഒരു വലിയ മുരിങ്ങയ്ക്ക, 3 പച്ചമുളക്, കുറച്ച് അമരയ്ക്ക, അതായത് കൊത്തമര എന്ന് പറയും. പിന്നീട് ഒരു ചെറിയ പീസ് പടവലത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്, 2 ചേമ്പ്. ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചേമ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേമ്പിട്ട് തന്നെ അവിയൽ വെക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു ചെറിയ പീസ് ചേന, ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതി, ഒരു തക്കാളി, ഒരു ചെറിയ സവാള, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അമരയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നല്ല നീളമുള്ള പച്ച പയർ യൂസ് ചെയ്യാം. ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. വഴുതനങ്ങായും പച്ചക്കായും നമ്മൾ അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കറുത്തു പോകും. അതുകൊണ്ടാണ്. ബാക്കിയെല്ലാം നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിയലിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് മാലിദ്വീപ്സിൽ നിന്ന് എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ഒരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വലിയ ഉരുളിയോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഈ കറിവേപ്പില മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഉടനെ തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ്, ചേന, ചേമ്പ്, ക്യാരറ്റ്, വഴുതനങ്ങയൊക്കെയാണ് ചേർത്തത്. ഇനി മുരിങ്ങയ്ക്ക, അമരയ്ക്ക, പിന്നീട് വെള്ളരിക്ക, നമ്മുടെ പടവലങ്ങ ഒക്കെ നീളത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നീട് സവാള അരിഞ്ഞതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിരുന്നു. 2 എണ്ണം തേങ്ങാ മിക്സിൽ ചേർക്കാം. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. നമുക്കിത് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം അങ്ങനെ വഴറ്റുമൊന്നും വേണ്ട. ആ എണ്ണയൊക്കെ നമ്മുടെ ഈ കഷ്ണങ്ങളിൽ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ഒട്ടും വേണ്ട. കാരണം വെള്ളം ചേർത്തത് കുക്ക് ചെയ്താൽ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വല്ലാണ്ട് ഉടഞ്ഞു പോകും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളമാണ് ചേർത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയാണ് ചേർക്കുന്നത്. ചെറിയ തീയിൽ ആവിയിൽ ഈ വെള്ളത്തിൽ ഇതങ്ങ് വെന്തോളും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ആൾക്കാർ ഒട്ടും വെള്ളം ചേർക്കില്ല. എന്നാലും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊന്നും പ്രശ്നമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ആ ഒരു തീ, അതിലിങ്ങനെ അതൊന്ന് കുറച്ച് നേരം, ഒരു 6-8 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇത് കുക്കാവാൻ. ഒരു 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ആവി വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്താൽ നമ്മുടെ അവിയൽ അങ്ങ് വല്ലാണ്ട് മഞ്ഞിച്ചിരിക്കും. അങ്ങനെ മഞ്ഞ കളറിൽ അവിയൽ ഇരുന്നാൽ കൊള്ളില്ല. നല്ലതുപോലെ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വല്ലാണ്ട് അങ്ങ് ഹാർഡായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിനി അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഇപ്പോൾ ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അവിയലിൽ ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത്. ഇതൊരു 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, ഒരു 6 മുതൽ 8 വരെ ചുവന്നുള്ളി ചേർക്കാം. ഇത് ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു 10 കഷ്ണമുണ്ട് ഇത്. അതുകൊണ്ടാണ്. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 6 മുതൽ 8 വരെ ചേർത്താൽ മതിയാവും.
നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ആദ്യം മിക്സിയുടെ ജാറിൽ നമുക്ക് പച്ചമുളകും ജീരകവും കുറച്ച് തേങ്ങ ഇട്ടിട്ട് 1-2 കറക്കാവും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടിക്കോളും. അതിനുശേഷം ബാക്കി തേങ്ങയും ഈ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതായത് ഒരുപാട് അരഞ്ഞു പോകരുത്. ഉള്ളിയുടെ നനവിൽ തേങ്ങ നല്ലതുപോലെ നമുക്ക് ഒന്ന് അരഞ്ഞു കിട്ടിക്കോളും. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അവിയലിൻ്റെ പുളിയെന്ന് പറയുന്നത് ചില ആൾക്കാർ തക്കാളി മാത്രമേ ഇടുകയുള്ളൂ, ചില സ്ഥലങ്ങളിൽ തൈര് മാത്രമേ ചേർക്കുള്ളൂ, ചില ആൾക്കാർ പച്ചമാങ്ങ വരെ ചേർക്കും. അപ്പോൾ എനിക്ക് തക്കാളിയുടെ പുളിയും ഒരല്പം തൈരും കൂടെ ചേർക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ഞാനിന്ന് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ചേനയുടെ കഷ്ണം തന്നെ എടുത്തു നോക്കാം വെന്തോ എന്ന്. ചേനയ്ക്കാണ് ഏറ്റവും അധികം വേവ് കൂടുതലുള്ളത്. ചേന ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അവിയലിലേക്ക് പുളിക്ക് ആവശ്യമായ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. കട്ട തൈരാണ്. ഗൾഫിലെ തൈരിന് പൊതുവേ അല്പം ഇത്തിരി പുളി കുറവാണ് നാട്ടിലെ തൈരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. കാരണം കഷ്ണങ്ങളൊക്കെ അങ്ങനെ പൊട്ടി അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. അവിയൽ എപ്പോഴും ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ നിൽക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവിയലിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെറിയ ഒരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ കഷ്ണം നമ്മുടെ തേങ്ങയുടെ അരപ്പിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങയിലെ പച്ചമണമൊക്കെ മാറി അതൊന്ന് നല്ലതുപോലെ ആവിയിൽ കുക്കാകാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോഴും നല്ല ആവി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നല്ലതുപോലെ അത് പച്ചമണമൊക്കെ മാറിയെന്നാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിയൽ ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് പൊടിക്കൈ. നമ്മൾ കുറച്ച് നല്ല പച്ച കറിവേപ്പില നമ്മുടെ അവിയലിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉറപ്പായിട്ടും ഒഴിച്ചു കൊടുക്കേണ്ട അടുത്ത സാധനം നല്ല പച്ച വെളിച്ചെണ്ണയാണ്. അത് 1 ടേബിൾ സ്പൂൺ അവിയലിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിയോ ഉപ്പോ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മിക്സ് ചെയ്തതിന് ശേഷം തീയങ്ങ് ഓഫ് ചെയ്യാം. നല്ലൊരു മണം വരുന്നുണ്ട് അവിയലിൽ നിന്ന്. സത്യം പറയാം, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അവിയലാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു ഓണം ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.